ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലായിടത്തും നല്ല മഴയാണില്ലേ? അപ്പോൾ ഇവിടെ 2 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ സിറ്റൗട്ടൊക്കെ മൊത്തത്തിൽ മഴയായിട്ട് നനഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാനിതാ രാവിലെ തന്നെ ഈ ചാക്കൊക്കെ എടുത്തിട്ട് ഇത് എങ്ങോട്ടായിരിക്കുന്നില്ലേ. ഇന്നലെ രാത്രി ഞാൻ കുറച്ചൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റൂം കണ്ടാൽ തന്നെ അറിയായിരിക്കും, അത്യാവശ്യം മെസ്സായിട്ട് തന്നെ കിടക്കുന്നത്. കുട്ടികളുടെ പഴയ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷെൽഫും അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേപ്പറും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ കിടന്നത്. അത് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. പിന്നെ ഇതാ നമ്മുടെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന അലമാരയില്ലേ, അതൊക്കെ ആകെ മിസ്സായി കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നീറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ ഇന്നലെ കിടന്നത്. പിന്നെ ഞാൻ അതെന്താ രാത്രി തന്നെ എടുത്ത് ഒഴിവാക്കാത്തതെന്ന് വെച്ചാൽ മോള് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ രാത്രി. അപ്പോൾ പിന്നെ ഇതൊക്കെ നീറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എടുത്ത് വെക്കാൻ നിന്നപ്പോൾ ആൾ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒരു ഭാഗത്തേക്ക് മൊത്തത്തിൽ കൂട്ടിയിട്ടിട്ട് ഞാൻ പോയിട്ട് കിടക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കിടക്കാൻ എനിക്ക് തീരെ സമാധാനമില്ലായിരുന്നു. എനിക്ക് പൊതുവേ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറയാമല്ലോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കിടക്കാനേ എനിക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കണം. പിന്നെ കുഞ്ഞാക്ക മോൾ ഒരുപാട് കരഞ്ഞപ്പോൾ പിന്നെ പോയി കിടന്നോ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പോയി കിടന്നതാണ് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ പാട് ഞാൻ ഇതൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കുകയാണ്. മക്കൾ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് വേഗം ചെയ്യാണ്. പുറത്ത് നല്ല രീതിക്ക് തന്നെ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഞാനിങ്ങനത്തെ ക്ലീൻ ചെയ്യലും പരിപാടിയൊക്കെ സത്യം പറഞ്ഞാൽ രാത്രിയാണ് കേട്ടോ അധികം ചെയ്യൽ. മക്കൾക്ക് സ്കൂളില്ലാത്ത, അതായത് ഒന്നുകിൽ ഫ്രൈഡേ സ്കൂൾ വിട്ട് വന്നിട്ട് ആ ദിവസം രാത്രി ചെയ്യും, ഇല്ലെങ്കിൽ സാറ്റർഡേ രാത്രി ചെയ്യും. ഇതിപ്പോൾ സാറ്റർഡേ ആണ് കേട്ടോ. പിറ്റേ ദിവസം എന്തായാലും ഇതിൻ്റെ ബാക്കിയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. ഇപ്പോൾ രാവിലെ എണീച്ചിട്ട് സ്കൂളുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കണം, അവരെ പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് ആ തിരക്കിൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ രാത്രി കുറച്ച് നേരത്തെ ഫുഡൊക്കെ കഴിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടാകുമ്പോൾ എന്തായാലും നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ, ഇന്ന് ഇന്ന പണി ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ രാത്രി കുറച്ച് നേരത്തെ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അതിന് ശേഷം കേട്ടോ ഇങ്ങനത്തെ ക്ലീനിങ്ങൊക്കെ നിൽക്കൽ. അപ്പോൾ രാവിലെ ആകുമ്പോൾ പിന്നെ നമുക്ക് രാവിലത്തെ നമ്മുടെ ക്ലീനിങ്ങൊക്കെ ചെയ്യുകയും ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഇതാ വേഗം വന്നിട്ട് സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ അവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു എന്ന്, അതൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടു. ഇപ്പം തന്നെ പകുതി നമുക്ക് ആശ്വാസമായിട്ടോ. പിന്നെ ഇതാ ഇനി കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കലാണ്. ഇന്നിപ്പോൾ സൺഡേ ആയത് കാരണം മക്കളും കുഞ്ഞാക്കും ഒന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. തലേദിവസത്തെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഇപ്പോൾ ഇത് തലേദിവസത്തെ നമ്മൾ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ബാക്കിയാണ്. അത് വെച്ചിട്ട് ഞാനിതാ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത് വെച്ചിട്ട് പൂരി ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ഇതുപോലെ 4 ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. വീഡിയോസിലൊക്കെ കണ്ടത് അവരൊരു മൂടിയൊക്കെ വെച്ചിട്ട് റൗണ്ട് ആക്കിയിട്ടൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും വേസ്റ്റാക്കി കളയാനൊന്നും മനസ്സ് വരില്ലല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇതാ എന്തായാലും നമുക്ക് കഴിച്ചാൽ പോരെ, അതിപ്പോൾ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാണ്ടോ. അപ്പം ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടില്ല, ഇത് കുറേ എണ്ണം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ എന്തായാലും വേസ്റ്റായി പോകും. അപ്പോൾ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഒരു പാക്കറ്റ് ചപ്പാത്തിയും കാര്യങ്ങളൊന്നും നമ്മൾ എപ്പോഴൊന്നും വാങ്ങലില്ല കേട്ടോ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ്ങിനൊക്കെ നിന്നോന്ന്. അപ്പോൾ പിന്നെ ചപ്പാത്തി അങ്ങനെ വാങ്ങിച്ചിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ മക്കളാരും കഴിച്ചിട്ടും ഇല്ലായിരുന്നു, അതാണ് ഇത്രയും ബാക്കി വന്നത്. പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇപ്പുറത്ത് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ എന്നൊന്നും പാൽ ചായ ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ, എപ്പോഴേലൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ പാൽ ചായ ഉണ്ടാക്കും, അല്ലാത്തൊക്കെ നമ്മൾ കട്ടൻ തന്നെയാണ് കേട്ടോ കുടിക്കാറുള്ളത്. അങ്ങനെ ഇതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ട്, അതുപോലെ പെട്ടെന്ന് തന്നെ കുക്കായിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാ പൂരി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷേ എണ്ണ തീരെ കുടിക്കുന്നില്ല കേട്ടോ ഈ ഒരു പൂരിയിൽ. എണ്ണ അധികം നിൽക്കുന്നേ ഇല്ല, അതുപോലെ തന്നെ നല്ല തിന്നായിട്ടുള്ള പൂരിയാണ്. അപ്പോൾ നമ്മൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ, ഇങ്ങനെ കഴിക്കാനൊക്കെ താല്പര്യം ഉള്ളവർ. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തണുത്ത് പോകുന്ന സമയത്ത് കുറച്ച് 2 എണ്ണമായിട്ട് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക സോഫ്റ്റായി പോകുന്ന പോലെയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പൂരിയൊക്കെ ഏകദേശം പൊരിച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും ഞാൻ ചായക്കുള്ള വെള്ളം സിമ്മിലായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്, പാലൊക്കെ. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്കുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിവിടെ ചായ ഒരുപാട് അങ്ങനെ തിളപ്പിച്ചെടുക്കാറില്ല കേട്ടോ, ജസ്റ്റ് പാല് തിളച്ച് വരുന്ന സമയത്ത് പൊടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് മാത്രമേ എടുക്കുള്ളൂ. ചിലർ ചായ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കും കേട്ടോ. ഇവിടെ പിന്നെ ഒരുപാട് എന്താ പറയുക ഡാർക്കായിട്ടുള്ള ചായ ആർക്കും ഇഷ്ടമല്ല. എന്താ അതിന് പറയുക, കട്ടിയുള്ള ചായ എന്നൊക്കെ പറയില്ലേ, ചായപ്പൊടി നന്നായിട്ട് തന്നെ ഇട്ടിട്ട് സ്ട്രോങ് ചായ
അതാർക്കും അത്ര താല്പര്യമില്ല, ലൈറ്റ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് ഒരുപാട് ടൈമൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ അതിലേക്കുള്ള മധുരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം അതുപോലെ തന്നെയാണ്, ഭയങ്കര മധുരമൊന്നും ആർക്കും താല്പര്യമില്ല കേട്ടോ. ലൈറ്റായിട്ട് തന്നെയാണ് നമ്മൾ മധുരമൊക്കെ കഴിക്കാറുള്ളത്. പിന്നെ മധുരമുള്ള മിഠായും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കഴിക്കും കേട്ടോ. ഈ ഒരു ചായൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനൊക്കെ മധുരത്തിൻ്റെ ആളാണ്. പിന്നെ ഇതാ ചായക്ക് ഇനി ഒന്ന് അരിച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ, ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് 4K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു 4K സബ്സ്ക്രൈബേഴ്സ് വരെ എത്താനായത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ ഒരു സ്മൈലെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക. നിങ്ങളുടെ ഒരു കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ വീഡിയോസ് ഇടാനും അതുപോലെ അത് വായിക്കുമ്പോൾ ഒക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക. അതിനുശേഷം ഇതാ കുഞ്ഞാക്കി ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. മക്കൾ എണീറ്റിട്ടില്ല. അപ്പോൾ അവർ കുറച്ച് നേരം കൂടി കിടന്നോട്ടെ, ഇനിയിപ്പോൾ നാളെ സ്കൂളൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം കൂടി കിടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ അവർ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ ഇതാ ഞാൻ അവർ എണീച്ചിട്ട് ബ്രഷ് ചെയ്യാൻ പോയ സമയത്ത് വേഗം വന്നിട്ട് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് വിരിച്ചിട്ടു. അപ്പം നമ്മൾ എപ്പോഴാണ് ബെഡിൽ നിന്ന് ആൾ ഒഴിയുന്നത്, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ആ സമയത്ത് നമ്മൾ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ചിടുക. അതുപോലെ ഹോളൊക്കെ ഒന്ന് സെറ്റാക്കിയെല്ലാം ഒന്ന് ഒരു അടിച്ചു വാരിയ ഫീൽ ഉണ്ടാവില്ലേ, പെട്ടെന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ നീറ്റായി കിടക്കുന്ന ആ ഒരു ഫീൽ, അതുപോലെ എല്ലാം ഒതുക്കി പെറുക്കിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. ഈ ഒരു പരിപാടി നമ്മൾ രാവിലെ തന്നെ ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് വന്നാലോ അല്ലെങ്കിൽ വീട്ടിലുള്ള നമുക്ക് തന്നെ വേറെ പണികളൊക്കെ ചെയ്യാൻ എന്താ പറയുക നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇല്ലാതെ നമ്മൾ രാവിലെ ഒന്നും ചെയ്യാതെ മടിച്ചിരുന്ന് ആകെ വലിച്ചു വാരിയിട്ടാൽ പിന്നെ നമ്മൾ അന്നത്തെ ദിവസത്തെ ഒരു പണി നീങ്ങൂല കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ ഒരു എനർജിയോട് കൂടിയിട്ട് എല്ലാ പണികളും ചെയ്യുക. പിന്നെ ഞാനിതാ സെറ്റിയൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ നോക്കാനുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് നമുക്ക് എന്താ പറയുക ബീഫ് തന്നെ ആയിരുന്നു. പെരുന്നാൾ കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ ബീഫാണ് കേട്ടോ. അപ്പോൾ ബീഫ് കൂട്ടി മടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സൺഡേ എന്തായാലും ബീഫ് വാങ്ങുന്നതാണ്. ഇന്നിപ്പോൾ സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞാക്കാനോട് പറഞ്ഞ ചിക്കനോ ഒന്നും വാങ്ങിക്കേണ്ട, നമുക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. മക്കൾക്കായാലും ബീഫ് വേണ്ട തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടണം. ആദ്യം ഞാനൊന്ന് അടിച്ചു വാരിയിടട്ടെ. അടിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ തന്നെ ഏകദേശമൊക്കെ നീറ്റായിട്ടോ, പിന്നെ തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ മക്കളൊക്കെ വീട്ടിലുള്ളതല്ലേ. പിന്നെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ് ഒക്കെ നടത്തിയതാണെന്ന്. അപ്പോൾ പിന്നെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം ഒന്ന് അടിച്ചു വരട്ടെ. അപ്പോൾ അടിച്ചൊക്കെ വാരി കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊക്കെ ആയ പാത്രങ്ങൾ കുറേ ഉണ്ട് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒന്ന് വേഗം കഴുകി വെക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരു പണി ചെയ്തിട്ട് നിൽക്കാതെ അടുത്ത പണി ചെയ്യുകയാണെങ്കിൽ നമ്മളെ പണികൾ വേഗം ചെയ്യും കേട്ടോ. ഒരു പണി ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ പണികളൊന്നും തീരൂല. ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ മെഷീനിൽ അലക്കാനും ഇട്ടിട്ടുണ്ട്. അതുപോലെ കല്ലിൽ അലക്കാൻ വേണ്ടിയിട്ട് 2 ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ രാവിലെ ആ വേസ്റ്റൊക്കെ പെറുക്കിയില്ലേ, ആ സമയത്ത് അത് പുറത്ത് കൊണ്ട് വെച്ചിട്ട് പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ സിറ്റൗട്ടൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് വന്നത്. കല്ലുമ്മ മോളുടെ യൂണിഫോം ഉണ്ടായിരുന്നു അലക്കാൻ, അതൊക്കെ അലക്കിയിടലും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് വെക്കുകയാണ്. ആദ്യമൊക്കെ ഞങ്ങൾ നേരെ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും പച്ചവെള്ളം ഡയറക്റ്റ് എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അടുത്തായിട്ട് നമുക്ക് മഞ്ഞപ്പിത്തവും കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട് എന്നൊക്കെ ന്യൂസൊക്കെ കേട്ടില്ലേ. അപ്പോൾ ഇവിടെ അടുത്തും എല്ലാവർക്കും ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കൽ. പിന്നെ ഓരോരോ വീഡിയോസ് കാണുമ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ട് പച്ചവെള്ളം തന്നെയാണ് നല്ലത്, ചില വീഡിയോസിൽ പറയും തിളച്ച വെള്ളമാണ് നല്ലതെന്നൊക്കെ. ഏതാണെന്ന് കറക്റ്റ് അറിയില്ല. ഇപ്പം എന്തായാലും നമ്മൾ ഏതാണെന്ന് കറക്റ്റ് അറിയില്ല എന്നല്ല, എന്തായാലും തിളപ്പിച്ചാറിയ വെള്ളം തന്നെയല്ലേ നല്ലത്, പൊതുവേ അങ്ങനെയല്ല അഭിപ്രായം. അപ്പോൾ പിന്നെ ഇപ്പം എന്തായാലും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും, പിന്നെ നമ്മൾ കുടിക്കുന്ന ഒരു ജഗ് ഉണ്ട് അതിലും ഫില്ലാക്കി വെക്കും. ജഗ്ഗത്തത് തീരുമ്പോൾ പിന്നെ ഫ്ലാസ്കിലേക്ക് എടുക്കും, അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അതിൻ്റെ ഇടയിൽ ഞാനിതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല തട്ടിക്കൂട്ട് കറി വെക്കണമെന്ന്, അപ്പോൾ ഇതാ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ. സാമ്പാർ കഷ്ണമായിട്ടൊന്നുമില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അവിടെ വീട്ടിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വഴുതനങ്ങ കൂടെ പൊട്ടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ കൊഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പയറിൻ്റെ തൈ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഒരു പന്തൽ പോലെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതാണ് അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ കുഞ്ഞിട്ട് പോകുന്നത്. ഇപ്പോൾ ഇതാ പിന്നെയും നമ്മുടെ വെള്ള വഴുതനങ്ങ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിറച്ച് കായ് ഉണ്ടായി കിടക്കുന്നത്, അതുപോലെ ഇതുകൊണ്ട് വടുകയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കായ്ച്ച് വരുന്നേ ഉള്ളൂ. ഇത് നല്ല വലിപ്പം വെക്കും കേട്ടോ. അപ്പം വീട്ടിലുള്ള കുറച്ച് കിഴങ്ങ്, അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട്, പയർ, തക്കാളി, ഉള്ളി, വഴുതനങ്ങ, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ സാമ്പാർ കഷ്ണമായിട്ട്.
പിന്നെ ചോറ് തിളച്ചപ്പോൾ അതൊന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാറിലേക്കുള്ള പരിപ്പും കൂടെ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ കട്ടാക്കി വരുന്ന സമയത്തേക്ക് പരിപ്പും വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഈ സാമ്പാറിൽ ഇന്നിപ്പോൾ ബീട്രൂട്ടിൻ്റെ ഒരു കഷ്ണം ഇടാറുണ്ട് കേട്ടോ. ചില സമയത്ത് കടയിൽ നിന്ന് സാമ്പാർ കഷ്ണം വാങ്ങുന്ന സമയത്ത് ബീട്രൂട്ടൊക്കെ കിട്ടാറുണ്ട്, ചില സമയത്ത് ബീട്രൂട്ട് കിട്ടാറുമില്ല. സത്യം പറഞ്ഞാൽ സാമ്പാറിൽ ബീട്രൂട്ട് ഇടുമോയെന്ന് എനിക്കും അറിയില്ല കേട്ടോ. ബീട്രൂട്ട് ഇടുമ്പോൾ സാമ്പാറിൻ്റെ ആ ഒരു കളറ് റെഡ് കളറാവില്ല. എനിക്ക് ആ കളർ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട് കേട്ടോ, ഇടാടൊന്നും ഇരിക്കാറില്ല. അതിട്ട് വിചാരിച്ചിട്ട് വലിയ മധുരമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒപ്പിക്കലും കൂടെ അല്ലേ, അപ്പോൾ ഉള്ളതൊക്കെ ഇടുകയെന്ന് വെച്ചിട്ട് അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗമൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചാനലിൽ ക്ലീനിങ് വീഡിയോ ഒക്കെ കാണിക്കുമ്പോഴാണ് കൂടുതൽ വ്യൂസ് പോകുന്നതെന്നാണ് കേട്ടോ. ഞാൻ ട്രാവൽ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അതൊന്നും ആർക്കും അത്ര താല്പര്യമില്ല. പിന്നെ എല്ലാവരും കാണുന്നത് നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫും അതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് കമൻ്റ് ആക്കുക, ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത്, കുക്കിംഗ് ആണോ ക്ലീനിങ് ആണോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. അങ്ങനെ ഇതാ പരിപ്പൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മുട്ടയും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നമ്മുടെ ബാക്കിയുള്ള തുടക്കാനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അടുപ്പത്തേക്ക് വെച്ചാൽ എനിക്ക് പോയിട്ട് തുടച്ചിട്ട് വരാമല്ലോ. നമ്മുടെ ഏകദേശം ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ഒരു പണി ചെയ്യുമ്പോൾ അടുത്ത പണി എന്താണെന്ന് നമ്മുടെ മനസ്സിൽ എന്തായാലും അതൊന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്ര ഒരുപാട് പണികളുണ്ടെങ്കിലും ആ ഉച്ചന് മുന്നേ തന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. പിന്നെ ഇതാ ഞാൻ മുട്ടയൊക്കെ ഒന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു മുട്ട നിലത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് ഒന്ന് ഫ്രീസ് ആയത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള മുട്ടയൊക്കെ എടുക്കുന്നത്. ഒരാൾക്ക് ഒന്ന് വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ മുട്ട പൊട്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ആകെ നിലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മുട്ട ഒരുപാട് നേരമൊക്കെ നിലത്ത് നിന്നാൽ പൊട്ടിച്ചാൽ തന്നെ ജാതി പച്ചമണമാണ്. പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതാ അകമൊക്കെ ഒന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ നല്ല ഡീപ്പായിട്ട് തന്നെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാത്രി ക്ലീനിങ് ഒക്കെ ചെയ്തു, അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇന്ന് തുടക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഞാൻ സാമ്പാറൊക്കെ ഒന്ന് വറവിട്ടെടുത്തു. അതുപോലെ നമ്മുടെ ചോറും വെന്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് വാർത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാർ കുറച്ചൊരു ലൂസിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ മുട്ട പൊരിച്ചെടുക്കുകയാണ്. ഞാനൊരു വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുളക് പൊടി മുട്ടയില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മുളക് പൊടി ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക, പിന്നെ മേലെയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പൊരിച്ചാൽ. ഞാൻ ഒരു വീഡിയോസിൽ കണ്ടിട്ട് ട്രൈ ആക്കി നോക്കിയതായിരുന്നു. അപ്പോൾ പൊരിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉള്ളത്. ഇതിലേക്ക് സവാള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. പിന്നെ മുളക് പൊടി കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ രണ്ടാമതൊന്നാക്കിയപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നപ്പോൾ മുളക് പൊടി കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മുട്ടയ്ക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മുട്ടയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല എത്ര പെട്ടെന്ന് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടൊക്കെ എത്ര നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇതാ മക്കളെയൊക്കെ ഞാൻ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുളിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ മക്കൾക്കുള്ള ഫുഡൊക്കെ എടുത്തു കൊടുക്കുകയാണ്. സ്കൂളില്ലാത്ത ദിവസം അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കുക. ഇല്ലെങ്കിൽ പിന്നെ ചെറിയ ആൾക്ക് ഞാൻ വാരിയൊക്കെ കൊടുക്കണം. മൂത്താളുള്ളപ്പം അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തന്നെ ഫുഡൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ ഫുഡ് നമ്മൾ വിളമ്പി കൊടുക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഒരേപോലെ ആവണം. ഞാൻ ഒരാളേലും ഒരു പൊട്ടാറ്റോ ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരാളേലും ആ പൊട്ടാറ്റോ വേണം കേട്ടോ, ഇല്ലെങ്കിൽ അവർ അടി ഉണ്ടാക്കും. അപ്പം ഞാൻ രണ്ടുപേർക്കും ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ചെറിയാൾക്ക് പിന്നെ അച്ചാറൊക്കെ ഞാൻ കുറച്ച് പരത്തിയിട്ടൊക്കെ അവളെ പറ്റിച്ച് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ വേസ്റ്റ് ആക്കും കേട്ടോ, ആൾ മൊത്തത്തിലൊന്നും കഴിക്കൂല. അങ്ങനെ അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയി അവർക്ക് ഫുഡൊക്കെ എടുത്തു കൊടുത്തിട്ട് പിന്നെ ഞാനും ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞാക്ക ഉണ്ടെങ്കിൽ പിന്നെ ഞാനും കുഞ്ഞാക്കയായിരിക്കും കഴിക്കുക. പിന്നെ ചില ദിവസം ഞാൻ വേഗം കുളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചും കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇതാ എൻ്റെ ക്യാരറ്റും ഒക്കെ കറിയിൽ നിന്ന് എടുത്തിട്ട് ആൾ വന്നിട്ട് ഒപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല മഴയെന്ന് വെച്ചാൽ നേരത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുക്കാമെന്നില്ല. പിന്നെ കുറച്ച് നേരം പോയിട്ട് കിടന്നൊക്കെ ഉറങ്ങിയിട്ട് എണീറ്റു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.